ഒരു സംഘർഷഭരിതമായ മാനസിക ഭാവം തനിക്ക് താങ്ങാനാവാത്ത അസ്വസ്ഥതയെ നൽകുമ്പോൾ തനിക്ക് ഇഷ്ടപ്പെട്ടതിനെ പോലും ഉപേക്ഷിക്കാൻ താൻ തയ്യാറാവുകയാണ്. തൽക്കാലത്തേക്കെങ്കിലും ആ അസ്വസ്ഥതയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള വൈകാരിക ഭാവമാണ് അവിടെ മുന്നോട്ട് നിൽക്കുന്നത്. അത് തന്നോട് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, മറിച്ച് അതിനെ മുഴുവൻ മറച്ചുകൊണ്ട് ഈ വൈകാരികത, ദുഃഖം, ഭയം, ക്ലേശം, ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കാനുള്ള തൻ്റെ ഇടമില്ലായ്മ, ഇതൊക്കെ വരുമ്പോഴാണ് ഒരാൾ ഏറ്റവും പ്രിയപ്പെട്ടതിനെ പോലും ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നത്. അതുകൊണ്ട് പലപ്പോഴും, എപ്പോഴും ഞാൻ പറയുന്നില്ല, പലപ്പോഴും ആ ഒരു സെക്കൻഡിൽ നിന്ന് രക്ഷപ്പെട്ട പിന്നീട് ആത്മഹത്യയില്ല, പലപ്പോഴും കേട്ടോ. എന്നാൽ ഇതൊരു ആത്മഹത്യാ പ്രവണത രോഗമായ ആളെ സംബന്ധിച്ച് അയാൾ തക്കം കിട്ടിയ ആത്മഹത്യ ചെയ്യും, അത് വേറെ കാര്യം, അത് വേറെ വിഷയം. അത് ആത്മഹത്യാ പ്രവണത രോഗമായ ആൾക്ക് ചികിത്സയാണ് വേണ്ടത്. അവിടെ അയാളുടെ മസ്തിഷ്കത്തിലുള്ള പ്രവർത്തനങ്ങളെ സമൂലം സ്വാധീനിക്കേണ്ടതുണ്ട്. അതിന് ഔഷധങ്ങൾ വേണ്ടി വരും, ഒക്കെ വേണ്ടി വരും, വേണ്ട ചികിത്സ കിട്ടണം, വേണ്ട കൗൺസിലിംഗ് കിട്ടണം, ഒക്കെ വേണം. അല്ലാതെ കേവലം ഒരു വൈകാരികത കൊണ്ട് പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്നവർ ആ ഒരു നിമിഷം രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് പോവില്ല. അതുകൊണ്ട് തന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ആത്മഹത്യ ചെയ്യണത്. ആത്മഹത്യ ചെയ്യുന്ന ആളും ആത്മാവിനെ അല്ല കൊല്ലുന്നത്, പിന്നെയോ ദേഹത്തെയാണ് കൊല്ലുന്നത്. അല്ലാണ്ട് ആത്മാവിനെ കൊല്ലാൻ പറ്റുമോ? ഇല്ലല്ലോ, ദേഹഹത്യ ചെയ്യണത്.